അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുന്നു. വിമാനം തകർന്നു വീണ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ഇതിനിടെ എയർ ഇന്ത്യയുടെ ബോയിങ് 787, 787-8, 787-9 വിമാനങ്ങൾ പരിശോധിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും DGCAയുടെ നിർദ്ദേശവും വന്നിരിക്കുകയാണ്. അർജുൻ പീതാംബരൻ അഹമ്മദാബാദിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ കണ്ടെത്തിയിരിക്കുന്ന ഡിജിറ്റൽ ഡേറ്റ അടങ്ങിയ DVR-ഉം ബ്ലാക്ക് ബോക്സും അന്വേഷണത്തിന് കൂടുതൽ വ്യക്തത വരുത്താൻ ഇട നൽകുന്നതാണ്. അതെപ്പോഴാണ് കണ്ടെത്തിയത്, ഇനി അതിൻ്റെ ഡീകോഡിംഗ് ഒക്കെ തന്നെ നടത്തണം, അതിന് ദിവസങ്ങൾ എടുത്തേക്കുമോ? ഒപ്പം DGCയുടെ നിർദ്ദേശം ഈ ബോയിങ് വിമാനങ്ങളുടെ കാര്യത്തിൽ എന്താണ് വരുന്നത്? ബ്ലാക്ക് ബോക്സും അതുപോലെ തന്നെ DVR-ഉം കണ്ടെടുത്തിട്ടുണ്ട് പ്രജേഷ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് രണ്ടും കണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. രണ്ടും ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് ഈ വിമാനം തകർന്ന ആ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ഇത് 40 അംഗ സംഘം ഇപ്പോൾ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയിൽ കടന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. DVR എന്ന് പറയുന്നത് വിമാനത്തിൻ്റെ ക്യാബിൻ, കോക്പിറ്റ് അല്ല, ക്യാബിൻ്റെ അകത്തുള്ള ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള സെക്യൂരിറ്റി ക്യാമറയിലെ വിവരങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ ഡ്രൈവാണ്. മറിച്ച് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്, ബ്ലാക്ക് ബോക്സിൽ 2 തരത്തിലുള്ള വിവരങ്ങളാണ് ശേഖരിക്കപ്പെടുക. ഒന്ന് FDR എന്ന് പറയുന്നത്, അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അതുപോലെ തന്നെ CVR-ഉം, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ. ഈ CVR എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതിൽ ഈ പൈലറ്റുമാർ നടത്തിയ സംഭാഷണം എന്താണ് എന്നുള്ളത് അതിൽ പതിഞ്ഞിട്ടുണ്ടാവും. അതായത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അത് തകരുന്നതിന് തൊട്ട് മുൻപ് വരെ ആ 32 സെക്കൻഡിൽ അവരെന്താണ് തമ്മിൽ സംസാരിച്ചത്, എന്താണ് യഥാർത്ഥത്തിൽ ആ 32 സെക്കൻഡിൽ സംഭവിച്ചത്, എവിടെയാണ് പിഴച്ചത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരം ഈ ലോകം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭ്യമാവും. 3 മുതൽ 10 ദിവസം വരെ എടുത്തേക്കാം ഈ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യാൻ എന്നുള്ള വിവരമാണ്. പക്ഷേ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ 40 അംഗ സംഘത്തെ ഈ വ്യോമയാന മന്ത്രാലയം ഇതിനു വേണ്ടി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അന്വേഷണവും ദൗത്യവും ഏറെക്കുറെ വിജയിച്ചു എന്ന് പറയാം. ഈ ബ്ലാക്ക് ബോക്സിൻ്റെ വീണ്ടെടുക്കലോടുകൂടി തന്നെ ഇനി നമുക്കിതിൻ്റെ കാരണങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് ഈ DGCAയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. ബോയിങ്ങിൻ്റെ 787-8, 787-9 ഈ 2 വിമാനങ്ങളാണ് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഒരു 6 നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ GEnx എന്ന് പറയുന്ന എഞ്ചിനുകളുള്ള ഈ ബോയിങ് 787 വിമാനങ്ങൾ 2 എഞ്ചിനുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് റോൾസ് റോയ്സിൻ്റെ ട്രെൻഡ് എഞ്ചിനുകളും രണ്ടാമത്തേത് ജനറൽ ഇലക്ട്രോണിക്സിൻ്റെ NX എഞ്ചിനുകളും.